ഇപ്പൊ മിക്ക വീട്ടുകാരുടെ മെയിൻ പ്രശ്നം ലീക്ക് ആയിരിക്കും. നമ്മൾ ഒന്നാം നിലയുടെ മുകളിൽ അല്ലെങ്കിൽ രണ്ടാം നിലയുടെ മുകളിലെല്ലാം ആയിട്ട് കറക്റ്റ് ആയിട്ട് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലീക്ക് കൺഫേം ആണ്. മിക്ക വീട്ടുകാരും പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കൂടുതലും നമ്മൾ ഷീറ്റ് ഇടാറാണ് പതിവ്. അപ്പൊ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇതേപോലെ മെയിൻ വാർപ്പിന്റെ മുകളിൽ സ്ലോപ്പ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സിമെന്റ് ഇടുന്ന ഒരു പരിപാടി. അത് വെറുതെ നിങ്ങൾക്ക് എക്സ്ട്രാ ചെലവാണ്. ഒരു 1-2 കൊല്ലം നിന്നാലും പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് മുമ്പോട്ട് പോകില്ല. പിന്നെ ലീക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഇത് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തൊരു ഏരിയ ആണ്. ഇതാണ് അവരെ മെയിൻ വാർപ്പ്. ഇതേപോലെ ഇവിടെയും ഉണ്ട്. ഇവിടെയൊക്കെ ഏകദേശം 1 ഇഞ്ച് 1.5 ഇഞ്ച് തടിങ്ങനെ സിമെന്റ് ഇട്ടിട്ടുണ്ട് അവര്. അപ്പൊ ഇങ്ങനെ സിമെന്റ് ഇട്ടതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം നന്നായിട്ട് ചൂടടിക്കുമ്പോൾ, വെയിൽ കൊണ്ട് ചൂടടിക്കുമ്പോൾ ക്രാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേമാതിരി ചില ആൾ വാട്ടർ പ്രൂഫിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നെറ്റൊക്കെ ഒട്ടിച്ച് വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് കാര്യങ്ങളൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നല്ലത്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഷീറ്റ് ആയിരിക്കും. കാരണം വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഇതേമാതിരി ക്രാക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ട് സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് അവിടെയൊക്കെ പൊട്ടയോ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ ഉള്ളിലെ വെള്ളം ഫുള്ളായിട്ട് വാർപ്പ് കുടിക്കും. ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു ക്രാക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും. ചില ആൾ 30,000 രൂപ 40,000 ഒക്കെ ഫുള്ളായിട്ട് ചെയ്തിട്ട് ഒരു 3-4 കൊല്ലം കൊണ്ട് ലീക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് ഷീറ്റ് ഇട്ട സ്ഥലങ്ങൾ കുറേ ഉണ്ട്. അപ്പൊ വെറുതെ ഒരു 30,000 40,000 എമൗണ്ട് ചെലവാക്കാണ്ട് ആ ഒരു പൈസയും കൂടി കൂട്ടിയിട്ട് മൊത്തത്തിൽ ഷീറ്റ് ഉള്ളതായിരിക്കും നല്ലത്.